ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 26, പേജ് നമ്പർ 506. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതമസ്നാമി പ്രയതാത്മനഃ. പദാനുപദം. പത്രം പത്രമോ ഇലയോ, പുഷ്പം പുഷ്പമോ, ഫലം ഫലമോ, തോയം വാ ജലമോ, മേ എനിക്കായിട്ട്, യഹ യാതൊരു വ്യക്തി, ഭക്ത്യാ ഭക്തിയോടു കൂടി, പ്രയച്ഛതി പ്രദാനം ചെയ്യുന്നു, അർപ്പിക്കുന്നു, പ്രയതാത്മനഃ ശുദ്ധമായ അവബോധത്തോടു കൂടിയവനായ, തസ്യ അവൻ്റെ, ഭക്ത്യുപഹൃതം ഭക്തിപൂർവം തന്നിരിക്കുന്ന, തത് അതിനെ, അഹം ഞാൻ, അസ്നാമി സ്വീകരിക്കുന്നു. വിവർത്തനം. സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്കർപ്പിക്കുന്നതെന്തും, ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഞാനത് സ്വീകരിക്കും. ഭാവാർത്ഥം. ശാശ്വതാനന്ദമനുഭവിക്കാവുന്ന അക്ഷയമായ ആനന്ദധാമത്തിലെത്തുന്നതിന് ബുദ്ധിമാനായ ഒരാൾ കൃഷ്ണാവബോധത്തിലുറച്ചു നിൽക്കുകയും അതീന്ദ്രിയ പ്രേമഭക്തിപൂർവം ഭഗവത് സേവനത്തിലേർപ്പെടുകയുമാണ് വേണ്ടത്. ആശ്ചര്യകരമായ ഈ ഫലം നേടുന്നതിനുള്ള പ്രക്രിയ അനായാസവും പരമദരിദ്രർക്കും യാതൊരു യോഗ്യതകളുമില്ലാത്തവർക്കു പോലും വിശ്വാസത്തോടെ അനുഷ്ഠിക്കാവുന്നതുമാണ്. ഭഗവാന്റെ ശുദ്ധഭക്തനായിരിക്കണമെന്നേയുള്ളൂ. ഭക്തൻ ആരെന്നതിലും ഏതു നിലയിലുള്ളവനെന്നതിലും ഇക്കാര്യത്തിൽ പ്രസക്തിയില്ല തന്നെ. ഒരിലയോ പഴമോ അല്പം ജലമോ നിഷ്കപടമായ സ്നേഹത്തോടെ ഭഗവാന് സമർപ്പിക്കുക. അവിടുന്നത് സന്തോഷത്തോടെ കൈക്കൊള്ളും. ഇത് നിഷ്പ്രയാസം ചെയ്യാവുന്നതാണ്. കൃഷ്ണാവബോധം സ്വീകരിക്കുന്നതിന് ആരും വിലക്കപ്പെട്ടിട്ടില്ല. അത്രയും സാർവത്രികവും ആയാസരഹിതവുമാണ് ഈ പദ്ധതി. ഈ എളുപ്പ വഴിക്ക് കൃഷ്ണാവബോധമാർജിക്കാനും അങ്ങനെ സച്ചിദാനന്ദാത്മകമായ ജീവിത പരിപൂർണത നേടാനും ആഗ്രഹിക്കാത്ത വിധം മൂഢനായിട്ട് ആരുണ്ടാവും? പ്രേമപൂർവമായ സേവനം മാത്രമേ കൃഷ്ണൻ ആവശ്യപ്പെടുന്നുള്ളൂ. തൻ്റെ ഭക്തൻ തരുന്ന കൊച്ചു പൂവും കൂടി അദ്ദേഹം സ്വീകരിക്കും. ഭക്തിയില്ലാത്തവൻ്റെ ഒരു ഉപഹാരവും അദ്ദേഹം കൈക്കൊള്ളുകയുമില്ല.
അദ്ദേഹത്തിന് മറ്റാരുടെയും ഉപഹാരങ്ങൾ ആവശ്യമില്ല. സ്വയം പര്യാപ്തനാണ് അദ്ദേഹം. ഭക്തന്റെ ഉപഹാരം സ്വീകരിക്കുന്നത് സ്നേഹവാത്സല്യങ്ങളുടെ കൈമാറ്റമെന്ന നിലയിലാണ്. കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുക എന്നതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഭക്തി അല്ലെങ്കിൽ ഭക്തിപൂർവമായ സേവനം മാത്രമാണ് കൃഷ്ണ സാമീപ്യത്തിനുള്ള മാർഗമെന്ന സത്യത്തെ ഊന്നിപ്പറയുകയാണ് ഈ ശ്ലോകത്തിൽ. രണ്ടിടത്ത് ഭക്തി എന്ന വാക്ക് ആവർത്തിച്ചതിൻ്റെ ഉദ്ദേശ്യം ഒരു ബ്രാഹ്മണനോ മഹാപണ്ഡിതനോ ധനികനോ പേരുകേട്ട തത്വചിന്തകനോ കൃഷ്ണനെ കൊണ്ട് തങ്ങളുടെ ഉപഹാരം സ്വീകരിപ്പിക്കാനാവില്ല. അല്പം പോലും ഭക്തിയില്ലാത്തവരിൽ നിന്ന് ഒന്നും ഭഗവാൻ സ്വീകരിക്കില്ല. ആകസ്മികമായ ഒന്നല്ല ഭക്തി. ആ പ്രക്രിയ ശാശ്വതമാണ്. ഭഗവാന്റെ നേരിട്ടുള്ള സേവന പ്രക്രിയയാണത്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ആദിമനായ പ്രഭു. യജ്ഞങ്ങളുടെയെല്ലാം ഏക ലക്ഷ്യവും അദ്ദേഹം തന്നെ. അവയുടെ ഭോക്താവും മറ്റാരുമല്ല. ഈ വസ്തുത വെളിപ്പെടുത്തിയ ശേഷം താൻ ഇഷ്ടപ്പെടുന്ന യജ്ഞദ്രവ്യങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. പരിശുദ്ധി നേടി ജീവിത ലക്ഷ്യം പ്രാപിക്കാനായി അതീന്ദ്രിയ പ്രേമഭരിതമായ ഭഗവത് സേവനം ആഗ്രഹിക്കുന്നുവെങ്കിൽ തങ്ങളിൽ നിന്ന് കൃഷ്ണൻ ആവശ്യപ്പെടുന്നതെന്തെന്നറിഞ്ഞിരിക്കണമല്ലോ. കൃഷ്ണനിൽ പ്രേമമുള്ള ഒരാൾ അദ്ദേഹത്തിനു വേണ്ടുന്നതെന്തും നൽകാൻ തയ്യാറായിരിക്കും. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തതോ ഇഷ്ടപ്പെടാത്തതോ ആയ ഒന്നും നൽകുകയുമില്ല. മത്സ്യം, മാംസം, മുട്ട എന്നിവ കൃഷ്ണനു നിവേദിക്കാൻ പാടില്ല. അത്തരം ഉപഹാരങ്ങൾ ആവശ്യമെങ്കിൽ അദ്ദേഹം എടുത്തു പറയുമായിരുന്നു. മറിച്ച് ഇലകളോ പൂക്കളോ പഴങ്ങളോ വെള്ളമോ ആണ് അദ്ദേഹത്തിന് വേണ്ടത്. അവ ഞാൻ സ്വീകരിക്കുമെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഇതിൽ നിന്ന് മാംസം, മത്സ്യം, മുട്ട മുതലായവ അദ്ദേഹത്തിന് സ്വീകാര്യമല്ലെന്ന് നാം മനസ്സിലാക്കണം. കായ്കനികൾ, ധാന്യങ്ങൾ, പഴം, പാൽ, വെള്ളം എന്നിവയാണ് മനുഷ്യർക്കു ചേർന്ന ആഹാരങ്ങൾ എന്ന് കൃഷ്ണൻ തന്നെ ഇവിടെ വിധിച്ചിരിക്കുന്നു. മറ്റു ഭക്ഷ്യങ്ങളൊന്നും അദ്ദേഹത്തിന് നിവേദിക്കാൻ പാടില്ല. അദ്ദേഹം സ്വീകരിക്കുകയുമില്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പ്രേമഭക്തിപൂർവമാകാനും വയ്യ. ജീവിതത്തിൽ പുരോഗതിയും ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനവും ആരായുന്നവർക്കനുയോജ്യവും വിശുദ്ധവുമായ ആഹാരം യജ്ഞോച്ഛിഷ്ടമായതു മാത്രമാണെന്ന് 3-ാം അധ്യായത്തിലെ 13-ാം ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ പ്രസ്താവിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആഹാരത്തെ കൃഷ്ണാർപ്പണമാക്കാതെ ഭക്ഷിക്കുന്നവർ പാപഭുക്കുകളാണെന്നും അതേ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവർ ഉണ്ണുന്ന ഓരോ ഉരുളയും ഭൗതിക പ്രകൃതിയുടെ സങ്കീർണതകളോട് അവരെ അധികമധികം കൂട്ടിച്ചേർക്കുന്നു എന്നർത്ഥം. ലളിതമായ സസ്യാഹാരങ്ങളുണ്ടാക്കി ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹത്തിനോ ചിത്രത്തിനോ മുന്നിൽ വെച്ച് നിവേദിക്കുകയും നമസ്കരിക്കുകയും ആ വിനയോപഹാരം കൈക്കൊള്ളാൻ അദ്ദേഹത്തോടപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പുരോഗതിയുണ്ടാകും. ശരീരം വിശുദ്ധമാവും. ചിന്താവൈഭവത്തിലേക്ക് നയിക്കാനുതകുന്ന മട്ടിൽ മസ്തിഷ്ക സിരകൾ സൂക്ഷ്മതരങ്ങളായി തീരും. സർവോപരി ഈ നിവേദ്യാർപ്പണം പ്രേമഭാവത്തോടെ ആയിരിക്കണം. സർവൈശ്വര്യ നിദാനമായ കൃഷ്ണന് ആഹാരത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും നിവേദ്യമർപ്പിച്ച് തന്നെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഭക്തനിൽ നിന്ന് അദ്ദേഹം അത് സ്വീകരിക്കും. നിവേദ്യമുണ്ടാക്കുന്നതിലും വിളമ്പുന്നതിലും കൃഷ്ണന് അർപ്പിക്കുന്നതിലും മുഖ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇവയൊക്കെ തന്നെയും അനുഷ്ഠിക്കേണ്ടത് കൃഷ്ണപ്രേമത്തോടെയാവണം. പരമസത്യം ഇന്ദ്രിയഹീനമാണെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന നിരാകാരവാദികളായ തത്വചിന്തകർക്ക്
ഈ പദ്യത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാനാവില്ല. അവർക്കിതൊരു രൂപകാലങ്കാരമോ ഭഗവത്ഗീതാകാരനായ കൃഷ്ണൻ്റെ ഭൗതിക സ്വഭാവത്തിനുള്ള തെളിവോ ആണ്. വാസ്തവത്തിൽ പരമപുരുഷനായ കൃഷ്ണന് ഇന്ദ്രിയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ഇന്ദ്രിയത്തിനും മറ്റുള്ളവയുടെ പ്രവൃത്തി കൂടി ചെയ്യാൻ കഴിവുണ്ട്. കൃഷ്ണനെ നിരപേക്ഷനെന്ന് പറയുന്നതിൻ്റെ അർത്ഥമിതാണ്. ഇന്ദ്രിയങ്ങളില്ലെങ്കിലും അദ്ദേഹത്തെ എങ്ങനെ സർവൈശ്വര്യപൂർണനെന്ന് കരുതാനാവും? താനാണ് ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാക്കളെ ഉളവാക്കുന്നതെന്ന് കൃഷ്ണൻ 7-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഭൗതിക പ്രകൃതിയെ കടാക്ഷിക്കുന്നതുകൊണ്ടാണ് പിറവി നടക്കുന്നത്. ഇത്തരുണത്തിൽ നിവേദ്യാർപ്പണ വേളയിൽ ഭക്തൻ ഉച്ചരിക്കുന്ന പ്രേമവാക്കുകൾക്കും കൃഷ്ണൻ്റെ ആസ്വാദനത്തിനും താദാത്മ്യമുണ്ടാകുന്നു. നിവേദകന്റെ പ്രേമവാക്കുകളുടെ ശ്രവണം തന്നെ കൃഷ്ണന് ആസ്വാദനമാകുന്നു എന്നർത്ഥം. ഭഗവാന്റെ നിരപേക്ഷാവസ്ഥ കൊണ്ട് ശ്രവണം, ഭോജനം, ആസ്വാദനം എന്നിവ വ്യത്യസ്തങ്ങളല്ലെന്ന് ഇവിടെ ഊന്നിപ്പറയേണ്ടതുണ്ട്. തന്നെപ്പറ്റി കൃഷ്ണൻ സ്വയം വിവരിക്കുന്നതിനെ വ്യാഖ്യാനമൊന്നും കൂടാതെ സ്വീകരിക്കുന്ന ഭക്തനു മാത്രമേ നിരപേക്ഷ സത്യത്തിന് ഭക്ഷിക്കാനും ആസ്വദിക്കാനും സാധിക്കുമെന്ന് മനസ്സിലാവുകയുള്ളൂ. ഹരേ കൃഷ്ണ.